അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്നോണം തൗഹീദുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് നമ്മൾ വായിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ മുഖദ്ദിമയായിരുന്നു, ഒരു ആമുഖം എന്ന നിലക്കായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളും കഴിഞ്ഞു പോയത്. ഒന്നാമത്തെ ക്ലാസ് കിതാബിനെ കുറിച്ചും രണ്ടാമത്തേത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ജീവചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കിതാബിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, ഈ കിതാബ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് അത് പ്രിന്റ് എടുത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരെങ്കിലും സ്പോൺസർ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് അൽഹംദുലില്ലാഹ് ഖൈറായിരിക്കും. ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതല്ല എങ്കിൽ വേറൊരു മാർഗം ചെയ്യും, അതിന് നമ്മൾ കണ്ടെത്തും. സ്ഥിരമായി വരുന്ന ആളുകൾക്ക് വേണ്ടി ആ പുസ്തകം ചെയ്യും ഇവിടെ വാങ്ങി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് അത് വിശദീകരിക്കുകയാണ് നമ്മൾ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് പുസ്തകം ഉണ്ട് എങ്കിൽ അത് ഉപകരിക്കും. മറ്റത് ഒന്നുമില്ലാതെ കയ്യും കെട്ടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉറക്കത്തിന് സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പുസ്തകം എന്ത് ചെയ്യും, അവൈലബിൾ ആവും ഇൻഷാ അല്ലാഹ്. അപ്പൊ പുസ്തകം ആരംഭിക്കുന്നത് ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തുടങ്ങാൻ ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ മസ്അല, ഒരു മസ്അല രൂപത്തിലാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുക. ഒന്നാമത്തെ മസ്അല എന്നുള്ളത് ബിസ്മിയുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത് ചെയ്യണം, ആരംഭിക്കാൻ. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, റഹീമും റഹ്മാനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു. എന്നിട്ട് നേരെ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സ്വന്തം നിലക്ക് ഒരു ആമുഖം എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. നേരെ അള്ളാഹുവിന്റെ വാചകം കൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൗഹീദുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ബാധ്യതയെക്കുറിച്ച് പറയാം. അപ്പൊ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ബാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്തുകൊണ്ട് ആരംഭിക്കേണ്ടത്, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ആരംഭിച്ചത്. ഇമാം ബുഖാരി റഹിമഹുല്ലയും തന്റെ സ്വഹീഹ് തുടങ്ങുന്നത് നേരെ ഹദീസിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്. കാരണം ഹദീസിന്റെ ഗ്രന്ഥമാണ്. തന്റെ സംസാരത്തിന് എന്തില്ല, അവിടെ യാതൊരു വകുപ്പുമില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും സംസാരത്തിനാണ് എന്ത്, മുൻഗണന. അതുകൊണ്ട് നേരിട്ട് ഇമാം ബുഖാരി എന്ത് ചെയ്തു, ആദ്യത്തെ ഹദീസായ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളുടെ അടിസ്ഥാനം നിയത്ത് കൊണ്ടാണ് എന്ന ഹദീസാണ് ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി പറയാറുണ്ടായിരുന്നത് എഴുത്തുകളിലായിരുന്നു എന്നാണ്. റസൂൽ കത്തെഴുതുമ്പോൾ എന്ത് ചെയ്തിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതാറുണ്ടായിരുന്നത്. എന്നാൽ സംസാരം ആരംഭിക്കാറുള്ളത് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഹംദ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, തുടങ്ങുക. റസൂലിന്റെ സുന്നത്താണ്. എന്നാൽ എഴുതുന്ന സമയത്തോ ബിസ്മി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, എഴുത്ത് ആരംഭിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ സമയത്ത് പൂർണ്ണമായി എഴുതിയിട്ടില്ല എന്നാണ്. നബി എഴുതാറുണ്ടായിരുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്നാണ്. ബിസ്മിക അല്ലാഹുമ്മ എന്നാണ് കത്തുകളിലൊക്കെ എഴുതിയിരുന്നത്. എന്നാൽ എപ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി എഴുതാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തെഴുതിയ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, കത്തെഴുതിയത്. അപ്പൊ ആ ആയത്തിന്റെ അവതീർണതക്ക് ശേഷമാണ്, അവതരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കത്തിടപാടിൽ എഴുതാറുണ്ടായിരുന്നത് എന്നാണ്. പൂർണ്ണമായി എഴുതിയത് ആ ആയത്തിന്റെ അവതരണത്തിന് ശേഷമാണ്. ഇനി ഇവിടെ ബിസ്മില്ലാഹി, ബി അല്ലെ, ബാ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ബാ എന്നത് ഹർഫു ജർ എന്നാണ് അതിനെ പറയാം. ശേഷമുള്ളതിന് എന്തെയും കെസ്ർ കൊടുക്കും. അതാണ് ബിസ്മി എന്നായത്. ബിസ്മി എന്ന് ആകാൻ കാരണം ഒരുപാട് അർത്ഥങ്ങൾ ആ ബാ എന്ന ഹർഫിനുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരു അർത്ഥമാണ് സഹായം തേടുക എന്ന അർത്ഥം. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടുന്നു, അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടുന്നു എന്നാണ് ആ ബീന്റെ അർത്ഥം. അതായത് നമ്മൾ എപ്പോഴും ബിസ്മി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മി പറയാണെന്ന് വിചാരിക്കാം. അപ്പൊ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്,
അതിന്റെ മുമ്പ് ഒരു ഫിഇല് അറബിയിൽ എന്ത് ചെയ്യണം, നമ്മൾ തഖ്ദീർ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ പറയാം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു അർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പാരായണം ചെയ്യുന്നു. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുന്നു. പക്ഷെ അവിടെ എഴുതുന്നു, വായിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രകടമായിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുക എന്നാണ്. അതെല്ലാ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് അനുയോജ്യമായ ഒന്നെന്ത് ചെയ്യും, അതിന്റെ മുമ്പ് നമ്മൾ അല്ല നെഹ്വില് ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഫിഇല് കരുതേണ്ടതുണ്ട് എന്നാണ് ഭാഷാ നിയമം. അപ്പൊ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, ബിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, ബിസ്മി നാമം കൊണ്ട്, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അവിടെ അള്ളാഹുവിന്റെ ഏത് നാമം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ നാമം ചെയ്യും അതിൽ ഉൾപ്പെടും. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ എന്തൊക്കെ നാമങ്ങൾ അള്ളാഹുവിനുണ്ടോ ആ നാമങ്ങളെ കൊണ്ടെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, സഹായം തേടുന്നു എന്ന അർത്ഥമാണ് ലഭിക്കുക. എല്ലാ ഇസ്മുന്റെയും അതിൽ ഉൾപ്പെടും. അർ റഹ്മാൻ, അള്ളാഹു റഹ്മാനാണ് അല്ലെ, അള്ളാഹു റഹ്മാനാണ്. എല്ലാ ആളുകൾക്കും അള്ളാഹു കാരുണ്യം ചൊരിയുന്നവനാണ്. ബിജമീഇൽ ഖൽഖ്, അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആരും എന്തല്ല ഒഴിവല്ല. എന്നാൽ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള റഹ്മത്താണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള റഹ്മത്താണ്. ശുദ്ധ ഖുർആനിൽ പറഞ്ഞു വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ലാഹു മുഅ്മിനീങ്ങളോട് കാരുണ്യമുള്ളവനാണ്, അതിരറ്റ് കാരുണ്യമുള്ളവനാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കുമുള്ള റഹ്മത്ത്. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകൾക്കുള്ളതാണെന്ത്, റഹീം എന്ന കാരുണ്യം എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം എന്നൊരു പുസ്തകം ആരംഭിക്കുമ്പോൾ അത് എഴുതിക്കൊണ്ടാണ്, ആ ആയത്ത് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കാരുണ്യം ഉണ്ടാകേണ്ടത് അറിവ് പഠിപ്പിക്കുന്ന ആളുകൾക്കാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യം ദീന് പഠിപ്പിക്കുന്ന ആളുകൾക്കാണ് കാരുണ്യം ഉണ്ടാകേണ്ടത്. പലപ്പോഴും നിരീശ്വരവാദത്തിലേക്കും അതേപോലെ തന്നെയുള്ള ഒരുപാട് മോശത്തരങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടാനുള്ള ചെറിയ ഒരു കാരണമെങ്കിലും ആയിത്തീരുന്നത് എന്താണ്, തീരെ കാരുണ്യമില്ലാത്ത നിലക്കുള്ള ഒരുപാട് പഠിപ്പിക്കലുകളാണ് എന്ത് ചെയ്തത്, പല ആളുകളെയും പഴപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ദീന് പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ കാരുണ്യം ഉണ്ടാകണം. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ള് പഠിപ്പിക്കുന്നിടത്ത്, മദ്രസയിൽ, അവിടെയെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സിസ്റ്റമാണെന്ത്, അതായത് അങ്ങേയറ്റത്തെ കാരുണ്യം ഉണ്ടാകണം. അതായത് കുട്ടികൾക്ക് തോന്നണം ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാരുണ്യാണ്. അതായത് അവർക്ക് എന്ത് തോന്നാൻ പാടില്ല, ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു സമാധാനം ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തല്ലും അടിയും മാത്രമാണുള്ളത്, എപ്പോഴും ശകാരാണ് കേൾക്കാനുള്ളത് എന്നത് എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് തോന്നാൻ പാടില്ല. അപ്പൊ അങ്ങേയറ്റത്തെ കാരുണ്യം ഉണ്ടാകേണ്ടത് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്താണ്. അത് നമുക്ക് എവിടെ ഉണ്ടാകണം, വീട്ടിൽ പോയാൽ ഉണ്ടാകണം. ചിലയിടത്തൊക്കെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ശബ്ദം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ വളരെ നൈർമല്യത്തോടു കൂടി കുട്ടിക്ക് ഓതാൻ തോന്നുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റതൊരു കുട്ടിക്ക് വെറുപ്പായിരിക്കും, ആ ഖുർആനോട് എന്തുണ്ടാവും, അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാകും. അതുകൊണ്ട് അതീവ കാരുണ്യം ഉണ്ടാകേണ്ടത് അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ്. അതിൽ തന്നെ പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾക്കാണ് അങ്ങേയറ്റത്തെ കാരുണ്യം ഉണ്ടാകേണ്ടതെന്നാണ്. ഇനി ഈ വിഷയത്തിൽ, അതായത് ബിസ്മി കൊണ്ട് ആരംഭിക്കുക, ഹംദ് കൊണ്ട് ആരംഭിക്കുക എന്ന വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു അംറിൻ, എല്ലാ കാര്യങ്ങളും, ദീബാലിൻ, നല്ല മഹത്വമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലാ യുഫ്തതഹു ബിദിക്രില്ല, അല്ലാഹുവിനെ ഓർക്കാതെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഫഹുവ അബ്തർ, അത് വാലറ്റതാണ്, വ അഖ്ത, അത് മുറിഞ്ഞു പോകുന്നതാണ് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഹദീസുകളെല്ലാം, അതായത് ബിസ്മി കൊണ്ട് ആരംഭിക്കണം, ഹംദ് കൊണ്ട് ആരംഭിക്കണം എന്ന് വന്ന ഹദീസൊക്കെ ലഈഫാണ്. എന്ന് പറഞ്ഞു വന്ന ഹദീസൊക്കെ എന്താണ്, ലഈഫിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനെ പിൻപറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത്. ഹദീസിൽ വന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് എന്തുകൊണ്ടാ, ബിസ്മി കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നു. പിന്നെ റസൂലിന്റെ ചര്യയുണ്ട്, എഴുത്തിൽ റസൂൽ എന്ത് ചെയ്തിരുന്നു, ബിസ്മി കൊണ്ട് ആരംഭിച്ചിരുന്നു എന്ന ചര്യയുണ്ട്. പക്ഷെ ഹദീസ് വന്ന ഹദീസുകളെല്ലാം ലഈഫായിട്ടാണ് പണ്ഡിതന്മാർ ഗണിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം ഹംദാണ്, ഹംദ് കൊണ്ടാണ് അദ്ദേഹം പിന്നെ രേഖപ്പെടുത്തുന്നുള്ളത്. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്.
അപ്പൊ അൽഹംദു സകല സ്തുതിയും എന്നാണ് അതിന്റെ അർത്ഥം. അൽഹംദ് എല്ലാ സ്തുതിയും ലില്ലാഹി ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ 5 കാരണങ്ങളാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഹു യുഹ്മദു അലാ തഫർറുദിഹി ബിർറുബൂബിയ്യ. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്, അള്ളാഹുവാണ് നമുക്ക് വരുന്ന ഉപദ്രവത്തെ തടയുന്നത് എന്നിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹംദിന് അർഹനായത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് റബ്ബ് എന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവാണ് സ്തുതിക്കപ്പെടേണ്ടത്. രണ്ടാമത്തേത് അന്നഹു മഹ്മൂദുൻ അലാ തഫർറുദിഹി ഫിൽ ഉലൂഹിയ്യ. അള്ളാഹുവാണ് ഇലാഹ്, ബാക്കിയുള്ളതെല്ലാം പിഴച്ചതാണ്, ബാക്കിയുള്ളതെല്ലാം ബാത്തിലാണ്. ആരാധിക്കപ്പെടേണ്ടവൻ ആര് മാത്രാണ്? അള്ളാഹു മാത്രാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. മൂന്നാമത്തേത് അള്ളാഹുവിന് അത്യുന്നതമായ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുമുണ്ട്. ആ വിശേഷണങ്ങളും നാമങ്ങളും അള്ളാഹുവിനുണ്ട് എന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫൂറാണ്. ഒരു പാപം ചെയ്ത് അങ്ങേയറ്റം പാപം ചെയ്ത് ജീവിതമെല്ലാം തുലച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം പോലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിലോ ഒരു പ്രതീക്ഷയും അവനുണ്ടാവില്ല. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പ്രതീക്ഷ ഉണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രിയിലും പകലിലും നിങ്ങൾ തിന്മ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യാ? ഇസ്തിഗ്ഫാറിനത്തോടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾക്ക് എന്തുണ്ട്? വിശേഷണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം. ആ പേരുകളെ കുറിച്ച് ആലോചിക്കണം, ആ പേരുകളെ കുറിച്ച് ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അൽ ഫത്താഹ്, അള്ളാഹു എല്ലാ വാതിലുകളും തുറന്നു തരുന്നവനാണ് എന്ന നാമം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് വേണം. എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടാലും ഇല്ല, റബ്ബിന്റെ വാതിൽ എന്ത് ചെയ്യൂല? കൊട്ടിയടക്കപ്പെടുകയില്ല എന്ന പൂർണ്ണമായ പ്രതീക്ഷ നമുക്കുണ്ടാകണം. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഹംദ് പറയാൻ മാത്രം എന്തുണ്ടാവുള്ളൂ? നേരുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അത്രയും അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് സമന്മാരായിട്ട് നിനക്ക് ആരെങ്കിലും കാണിക്കുവാൻ സാധിക്കുമോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന് എത്ര നാമങ്ങളാണ് ഉള്ളത്? ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടത് 99. അതല്ലാത്ത നാമങ്ങൾ എന്തുണ്ട്? അള്ളാഹുവിനുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തേത് അന്നഹു യുഹ്മദു അലാ ശർഇഹി വ അംരിഹി, അള്ളാഹുവാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്ന് ശർഅ് ചെയ്തത് അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. റസൂലിന് പോലും ദീനിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു കാര്യം പുതുതായി കൂട്ടിച്ചേർക്കാൻ റസൂലിന് പോലും അർഹതയില്ല. അള്ളാഹുവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ദീൻ സ്ഥാപിച്ചിട്ടുള്ളതും ദീനിന്റെ ഓരോ കൽപ്പനകളും അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, സകല സ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? അൻസല അലാ അബ്ദിഹി, അവന്റെ അടിമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട് അൽ കിതാബ്, വിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. വലം യജ്അൽ ലഹു ഇവജ, അതിൽ യാതൊരു വക്രതയും എന്ത് ചെയ്യാൻ പറ്റൂല? കാണുവാൻ സാധിക്കുകയില്ല. അത്രയും പെർഫെക്ഷനാണ് ഖുർആൻ. അപ്പൊ അള്ളാഹു ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ദീന് ഇറക്കി തന്നിട്ടുള്ളത്. കൽപ്പനകൾ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ്. നമ്മളൊന്ന് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും കുഴപ്പങ്ങളും എല്ലാം ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്ത സ്റ്റാൻഡ് എത്ര വ്യക്തമാണെന്ന് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും ലിബറലുകളെല്ലാം അവരുടെ വിഷയങ്ങൾ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശുദ്ധ ഖുർആനും ഇല്ലായിരുന്നെങ്കിൽ വലിയ വഴിപിഴവിലായിരുന്നു, വലിയ അധപ്പതനത്തിലായിരുന്നു നമ്മളൊക്കെ എന്ത് ചെയ്യാം? ചെന്നുപെടാം. അതുകൊണ്ട് ഒരു മുസ്ലിമായി എന്നത് എന്താണ്? വലിയ അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുപരി ആ മുസ്ലിമിൽ തന്നെ ഏറ്റവും ശരിയായ പാതയിൽ സലഫിയത്തിന്റെ യഥാർത്ഥ ധാരയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നത് തന്നെ എന്താണ്? അതിനേക്കാളും വലിയ നിഅമത്താണ്. അതുകൊണ്ട് ദുനിയാവിൽ ഒന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് തൗഹീദ് ഉണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളത്.
ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം തിന്മകളിലൊക്കെ അകപ്പെട്ട് ലിബറലുകളൊക്കെ പറഞ്ഞത് അതൊക്കെ സ്വീകരിച്ച് ഇസ്ലാം ഒഴിവാക്കി അങ്ങനെ ജീവിച്ച് ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, ഇസ്ലാം മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട്. ഫെമിനിസത്തിലേക്ക് പോയി, ഫെമിനിസമാണ് ശരിയെന്ന് മനസ്സിലാക്കി, എന്നിട്ട് അതിൽ നിന്നൊക്കെ മാറി തിരിച്ചെന്ത് ചെയ്യാണ്, ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥമായ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവും റസൂലും പറഞ്ഞതാണ്. അവിടെ നിൽക്കുമ്പോൾ എന്ത് കിട്ടുള്ളൂ, യഥാർത്ഥ സമാധാനം കിട്ടുള്ളൂ. മറ്റേത് ആളുകളൊക്കെ ഇങ്ങനെ പറയും ഇതിലാണ് സമാധാനം, ഇതിലൂടെ പോയാലാണ് മനസ്സിനൊരു ശാന്തി ലഭിക്കാന്നൊക്കെ പറയും. പക്ഷെ പോയി കഴിഞ്ഞാലോ അത് വലിയ പ്രയാസമായിരിക്കും എന്ത് ചെയ്യാൻ, സൃഷ്ടിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും അവന്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ മഈശതൻ വങ്ക, അവൻ ഇടുങ്ങിയ ഒരു ജീവിതമാണ്, കുടുസായ ജീവിതമാണ് എന്ത് ചെയ്യാം അള്ളാഹു നൽകുക എന്നുള്ളതാണ്. അപ്പൊ വിശാലമായി സന്തോഷമായി മനസ്സിന് അങ്ങേറ്റത്തെ ശാന്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങേയറ്റത്തെ ഹിക്മത്ത് നിറഞ്ഞ കൽപ്പനകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാണ്. അഞ്ചാമത്തേത് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടത് അന്നഹു യുഹ്മദു അലാ ഖൽഖിഹി വ ഖദരിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്, ഓരോ കാര്യങ്ങളും കണക്കാക്കിയിട്ടുള്ളതും അള്ളാഹുവാണ്. അതിന്റെ പേരിൽ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അതീവ ഭയങ്കരമായ സൃഷ്ടിപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹു ഓരോന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ നഫ്സിലേക്ക് തന്നെ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അങ്ങേയറ്റത്തെ അത്ഭുതങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ നമുക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഒരാൾക്കും സാധിക്കൂല. ഒരു മനുഷ്യനെ നോക്കിയിട്ട് അവന്റെ ചെവി ഇവിടെ അല്ല വരേണ്ടത്, അവന്റെ മൂക്ക് ഇവിടെയാണ് വരേണ്ടത് എന്നെന്ത് ചെയ്യാൻ പറ്റൂല. എത്ര വലിയ പഠനം നടത്തിയ ഒരാൾക്ക് പോലും ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂല. കാരണം അത്രയും പെർഫെക്ഷനിലാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സൃഷ്ടിപ്പും നമുക്ക് അറിയിച്ചു തരുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ചു തന്ന റബ്ബ് എന്താണ്, മഹോന്നതനാണ് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു കണക്കാക്കിയ അള്ളാഹുവിന്റെ ഖദറുകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം വലിയ ഹിക്മത്തുണ്ട് എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ത് മുസീബത്ത് ബാധിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ഹംദുമായി ബന്ധപ്പെട്ട ഒരു മസ്അല എന്നത് അൽഹംദുലില്ലാ എന്നത് അള്ളാഹുവിന് മാത്രമാണോ പറയാൻ സാധിക്കാം, അതല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഹംദ് പറയാൻ സാധിക്കോ ഇല്ലേ എന്നുള്ളതാണ് അടുത്തൊരു മസ്അല. അതായത് ഇതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പ്രത്യേകം തെളിവ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഹംദ് അള്ളാഹുവിന് മാത്രമാണ് എന്നതിന് പ്രത്യേകം തെളിവുകൾ വന്നിട്ടില്ല. രണ്ടാമത്തേത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതില് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അന്നഹ ലമ്മ നസല ബറാഅതഹ അമറഹ അബവാഹ അൻ തഖൂമ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വ്യഭിചാരോപണം ഉണ്ടായി. ആ സമയത്ത് മാതാപിതാക്കൾ പറഞ്ഞു, റസൂലിന്റെ അടുക്കൽ എന്ത് ചെയ്യണം, പോകണം, റസൂലിനോട് നീ എന്ത് ചെയ്യണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസമാണ്. കാരണം റസൂൽ വരെ എന്ത് ചെയ്തു, കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടായി. മാതാപിതാക്കളും എന്ത് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ റബ്ബിലേക്ക് എന്ത് ചെയ്തു, തിരിഞ്ഞു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ വിഷയത്തിൽ ആയത്തിറക്കുന്നു ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കരുതിയിട്ടില്ല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വർത്തമാനം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ അഹ്മദുഹു, ഞാൻ എന്ത് ചെയ്യൂല, റസൂലിനെ ഞാൻ പുകഴ്ത്തുകയില്ല, വലാ അഹ്മദുകുമാ, നിങ്ങളെയും ഞാൻ എന്ത് ചെയ്യൂല, പുകഴ്ത്തുകയില്ല, വ ഇന്നമാ അഹ്മദുല്ലാഹ്, ഞാൻ പുകഴ്ത്തുകയാണെങ്കിൽ ആരെ പുകഴ്ത്തുള്ളൂ, അഹ്മദ്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, പുകഴ്ത്തുകയുള്ളൂ. അല്ലദീ അൻസല ബറാഅതി, ഞാൻ ഈ വ്യഭിചാരത്തിൽ നിന്ന് മുക്തയാണ് എന്ന് രേഖപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി അള്ളാഹുവിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഞാൻ സ്തുതിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അവിടെ അവരെ സ്തുതിക്കുകയില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്തുതി എന്നത് അള്ളാഹുവിന് മാത്രം ഖാസ്സല്ല എന്നാണ് അറിയിക്കുന്നത്. എന്നാൽ മഖ്ലൂക്കിന്റെ വിഷയത്തിൽ നമ്മൾ ശുക്റാണ് പറയാറുള്ളത്. ശുക്റാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശുക്റാണ് നമ്മൾ അവർക്ക് കൊടുക്കാറുള്ളത്. ഇനി ഹംദിന് ശേഷം മുസന്നിഫ് പിന്നെ പറയുന്നത് റസൂലിന്റെ മേലുള്ള സ്വലാത്താണ്. അസ്സലാത്തു അലർ റസൂൽ, റസൂലിന്റെ മേലുള്ള സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വളരെ പവിത്രം നിറഞ്ഞ ഒരു കാര്യമാണ്. പലപ്പോഴും പല ആളുകളും സലഫികളെ കുറിച്ച് ആരോപിക്കാറുള്ള ഒരു ആരോപണമാണ് അവർക്ക് സ്വലാത്തില്ല, അവര് നബിയുടെ മേൽ സ്വലാത്ത് പറയാത്ത ആളുകളാണ്. ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്.
നമുക്കിത് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. നമ്മൾ പറയുന്നില്ല എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷെ എപ്പോഴും അത്തരത്തിൽ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്തിനേറെ ജുമഅക്ക് പോകുന്നുണ്ടോ എന്നവരെന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ ജുമ ഉണ്ടോ എന്നുവരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓരോക്കെ കുറെ ദീനീപരമായിട്ടും ഒരു പിന്നിലാണ്. മാത്രമല്ല നമ്മളെ കുറിച്ച് അവർ കേട്ട് മാത്രം എന്തുള്ളൂ, പരിചയമുള്ളൂ. അപ്പൊ അവർ ചോദിക്കുന്നത് ജുമഅക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ജുമ ഉണ്ടല്ലേ എന്നാണ് എന്ത് ചെയ്യാ ഒരു അത്ഭുതത്തിൽ ചോദിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമുക്കെന്തില്ല ഇവര് പറയുന്ന പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള സ്വലാത്ത് നമുക്കില്ല. പക്ഷേ സ്വലാത്തിന് അതീവ പ്രാധാന്യമുണ്ട് എന്നും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് എന്നും എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വലാത്തിന്റെ പ്രാധാന്യത്തിൽ കിതാബ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി പറയുന്നുണ്ട്, നബിയെ താങ്കളുടെ പേരിൽ ഞാൻ ഒരുപാട് സ്വലാത്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, തുക്ഫാ ഹമ്മുക് വയുഗ്ഫറു ദംബുക്, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു എന്ത് ചെയ്യും, നീക്കിത്തരും, നിന്റെ പാപങ്ങൾ അല്ലാഹു എന്ത് ചെയ്യും, പുറത്തരും. അപ്പൊ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ബോധ്യപ്പെടും. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്ത് ചെയ്യും, അത് നീങ്ങിക്കിട്ടും. നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും, പൊറുക്കപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ എതിർക്കുന്നതോടൊപ്പം തന്നെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് എന്ത് ചെയ്യണം, നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഒരു 10 സ്വലാത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റസൂലിന്റെ പേരിൽ. നമുക്ക് നിസ്കാരത്തിലുള്ളതല്ല, അതല്ലാത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറയാൻ പറ്റണം നബിയുടെ മേൽ. അത് നബിയോടുള്ള ഇഷ്ടത്തെയാണ് എന്ത് ചെയ്യാ, അറിയിക്കുക. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം എന്താ, എപ്പോഴും ഓർക്കാന്നുള്ളതാണ്. ദിക്റുൽ മഹ്ബൂബാണ്, എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം. അതുകൊണ്ട് നമ്മൾ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സലഫികൾ എന്ന നിലക്ക് നമ്മുടെ വസ്ത്രത്തിൽ റസൂലിന്റെ വസ്ത്രം നമ്മൾ ധരിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമൊക്കെ അതായിരിക്കും. നമുക്ക് താടി ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും, നിര്യാണിക്ക് മുകളിലായിരിക്കും നമ്മുടെ പാന്റ്. എന്നാൽ എന്തിലും നമുക്ക് വേണം, സ്വലാത്തിന്റെ വിഷയത്തിലും ഒരു കണിശത നമുക്ക് വേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹുവും വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നാണ്. അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും എന്ത് ചെയ്യാ, സ്വലാത്ത് ചൊല്ലുക, നിങ്ങളും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ് പദം ഉപയോഗിച്ചിട്ടുള്ളത്. സ്വല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ അമ്രാണ്, നിങ്ങളും എന്ത് ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം. ഇവിടെ സ്വലാത്തിന്റെ വിഷയത്തിലുള്ള മസ്അലയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിധി എന്ന, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിധി എന്ത്? പണ്ഡിത ലോകത്ത് 3 അഭിപ്രായങ്ങളാണ്. ഒന്നാമത്തെ അഭിപ്രായം, അസ്വലാത്തു വാജിബത്തുൻ, അസ്വലാത്തു വാജിബ, റസൂലിന്റെ പേരിൽ റസൂലിന്റെ പേര് കേട്ട സ്വലാത്ത് ചൊല്ലൽ എന്താ, വാജിബാണെന്നുള്ളതാണ്, നിർബന്ധമാണെന്നുള്ളതാണ്. കാരണം ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾക്കെതിരെയുള്ള താക്കീതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ തുലയട്ടെ, ദുകിറത് ഇൻദഹു, അവന്റെ അടുക്കൽ എന്റെ പേരെന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്, ദുകിർതു ഇൻദഹു, ഞാൻ അവന്റെ അടുക്കൽ പറയപ്പെട്ടിട്ടുണ്ട്, ഫലം യുസല്ലി അലൈഹി, അവൻ എന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അപ്പൊ അങ്ങനെ താക്കീത് വന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ സ്വലാത്തിന്റെ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ അഭിപ്രായം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത്, അൽ വാജിബു ഫിദ്ദുആ, പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എന്തുള്ളൂ, നിർബന്ധമുള്ളൂ എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, അല്ലാത്ത സമയത്ത് എന്തില്ല, പേര് കേട്ടാലൊന്നും സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അഭിപ്രായപ്പെടുന്നത്. നമ്മൾ അവസാനം ഏതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മൾ പറയും. അതിന് തെളിവായിട്ട് പറയുന്നത്, ഇന്ന ദുആ, തീർച്ചയായും പ്രാർത്ഥന എന്നത് മൗഖൂഫുൻ ബൈന സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലും എന്ത് ചെയ്യും, തടയിടും. പ്രാർത്ഥന എന്ത് ചെയ്യൂല, മുകളിലേക്ക് എത്തൂല. ലാ യസ്അദു മിൻഹു ശൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക്, നിന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തിടത്തോളം നിന്റെ പ്രാർത്ഥന എന്ത് ചെയ്യൂല, മുകളിലേക്ക് എത്തൂല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചൊല്ലൽ എന്താണ്, നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായം. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചൊല്ലാന്ന് പറയുമ്പോൾ ആദ്യം ചൊല്ലലാണ് ഉദ്ദേശം, ആദ്യം ചൊല്ലലാണ് അഫ്ളൽ. ഇനി ഒരാൾക്ക് മറന്നു കഴിഞ്ഞാൽ അവസാനത്തിലും എന്ത് ചെയ്യാം, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. മൂന്നാമത്തെ അഭിപ്രായം, തജിബു ഫിൽ ഉംരി മറ,
ജീവിതത്തിൽ ഒരിക്കൽ എന്ത് ചെയ്താൽ മതി? റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. ആ മൂന്നാമത്തെ അഭിപ്രായം ചിലപ്പോൾ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ അതിൽ എന്താ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ആ ഒരു വീക്ഷണത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ, ഒരു അമ്ർ വന്നു കഴിഞ്ഞാൽ ഉസൂലിലുള്ള ചർച്ചയാണ് അത് തക്രാറിനെ തേടോ എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും ചെയ്യണോ വേണ്ടേ എന്ന വിഷയം. ഇപ്പൊ ഉദാഹരണത്തിന് കൽപ്പന വന്ന വിഷയമാണ് അത് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജ് വീണ്ടും വീണ്ടും ചെയ്യണോ? ഹജ്ജ് ജീവിതത്തിൽ എത്ര വട്ടം ചെയ്താൽ മതി? ഒറ്റ വട്ടേ നിർബന്ധമുള്ളൂ. അപ്പൊ അതുപോലെയാണെന്ത് റസൂലിന്റെ പേരിലുള്ള സ്വലാത്തും എന്നാണ് ഇവര് മൂന്നാമത്തെ അഭിപ്രായക്കാർ പറയുന്നത്. ഇതിൽ നമ്മൾ സ്വീകരിക്കുന്ന അഭിപ്രായം എന്നത് ഷാഫിഈയാക്കളും അതേപോലെ തന്നെ മാലിക്കിയാക്കളും ഹനഫിയാക്കളും ഇമാം ത്വഹാവി റഹിമഹുല്ലയും ഒക്കെ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായമാണ്. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ സ്വീകരിക്കുന്ന അഭിപ്രായം. അതോടൊപ്പം തന്നെ സലഫി ഉലമാക്കളിൽ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫളഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അഭിപ്രായമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ വേറെ ചില സംശയങ്ങളും എന്ത് ചെയ്യാനുണ്ട്? ചില ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് സ്വലാത്ത് ഇപ്പൊ ഒരു സദസ്സിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ കേൾക്കാനിടയുണ്ട്. അപ്പൊ ഒരു തവണ ചൊല്ലലാണെന്ത്? നിർബന്ധം. ഒരു തവണ ചൊല്ലലാണ് നിർബന്ധം. ബാക്കിയുള്ള തവണ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ സുന്നത്താണ് എന്നതിന്റെ പേരിൽ ഒഴിവാക്കല്ല വേണ്ടത്, ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഇനി മറ്റു സംശയങ്ങൾ ഉണ്ടാകാനിടയുള്ളത്, ഇപ്പൊ ഒരാൾ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൽ സ്വലാത്ത് വരും. അപ്പൊ ചൊല്ലൽ എന്തില്ല? നിർബന്ധമില്ല. നേരിട്ട് കേൾക്കുമ്പോൾ കാണുന്നത് ചൊല്ലൽ നിർബന്ധമുള്ളത്. ഇപ്പോ എന്തെങ്കിലും നമ്മൾ വീഡിയോ കാണാണ്, അതിൽ റസൂലിന്റെ പേര് പറയുന്നു, അപ്പോൾ നമുക്ക് സ്വലാത്ത് ചൊല്ലാം, തെറ്റില്ല, സുന്നത്താണ്, നിർബന്ധമില്ല. അവിടെ എന്തില്ല? നമുക്ക് നിർബന്ധമില്ല. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വിഷയമാണ്. അതായത് ഒരു ബാങ്ക് എന്ത് ചെയ്യാണ്? ബാങ്ക് വിളിക്കാൻ, റെക്കോർഡഡ് ബാങ്കാണ്, അതിനെന്ത് ചെയ്യേണ്ടതില്ല? നമ്മൾ ജവാബ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെയാണ് ഇതും ആ ഗണത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ മസ്അല മനസ്സിലാക്കുക എന്നതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഇനി നമ്മളത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. റസൂലിന്റെ പേരിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതിനൊരു സമയം എന്ത് ചെയ്യാ? നമ്മൾ കാണാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇത്ര സ്വലാത്ത് ഞാൻ റസൂലിന്റെ പേരിൽ ചൊല്ലും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സ്വലാത്ത് ജീവിതത്തിൽ എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും ഒരുപാട് ഗുണങ്ങൾ നേടിത്തരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ അൽ ജലാഉൽ അഫ്ഹാം എന്ന പുസ്തകത്തിൽ സ്വലാത്തിന്റെ 100ൽ പരം ഫായിദകൾ, സ്വലാത്തിന് എന്തുണ്ട്? ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉപകാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നതായി കാണാൻ പറ്റും. അപ്പൊ റസൂലിന്റെ മേലുള്ള സ്വലാത്ത്, എന്നിട്ടോ വഅല ആലിഹി, റസൂലിന്റെ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത്, വസഹ്ബിഹി, റസൂലിന്റെ കൂടെ കൂടിയ ആളുകൾ, വസഹ്ബിഹി വസല്ലം, റസൂൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ വഅല ആലിഹി എന്ന് പറഞ്ഞിട്ട് ചില വിഭാഗം എന്ത് ചെയ്യും? അവിടെ നിർത്തും. അതിന്റെ അപ്പുറം ചെയ്യൂല, പറയില്ല. അവരാരായിരിക്കും? റസൂലിന്റെ സഹാബാക്കളോട് ദേഷ്യമുള്ള റാഫിലാക്കളാണ്, ഷിയാക്കളാണ്. ഷിയാക്കളുടെ വിഭാഗത്തിൽപ്പെട്ട റാഫിലിയാക്കൾ എന്ന് പറയുന്ന വളരെ പിഴച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഷിയത്തിന്റെ കക്ഷികളാണ് ആര്? റാഫിലിയാക്കൾ എന്ന വിഭാഗം. അവരുടെ ഒരു പണ്ഡിതനെ എഴുതി വെക്കുന്നത്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതായത് വിരലിലെണ്ണാവുന്ന സഹാബാക്കൾ ഒഴികെ എല്ലാ സഹാബാക്കളും കാഫിറുകളാണ്. നഊദുബില്ലാ, എല്ലാ സഹാബാക്കളെയും അവർ അവിശ്വാസികളായിട്ടാണ് കാണുന്നത്. അവരുടെ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചത് ഖുറൈശികളുടെ 2 വിഗ്രഹങ്ങളെ റബ്ബേ നീ അവരെ ശപിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. ഖുറൈശികളുടെ 2 വിഗ്രഹങ്ങൾ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ. അവർ എഴുതി വെച്ച വിഷയമാണ്. റാഫിലിയാക്കളാണെന്ന് ഈ വിഷയത്തിൽ റാഫിലിയാക്കളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അവർ അവിശ്വാസികളാണെന്നാണ്. അവർ അവിശ്വാസികളാണ് എന്നാണ്. കാരണം നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരത്തിന്റെ ആളാണ് എന്ന് വിശേഷിപ്പിച്ചവരാണ് ആര്? ഈ റാഫിലിയാക്കൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷിയാക്കളുടെ ഒളി അജണ്ടകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അവരെ ഒരു നിലക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മോട് അടുപ്പിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം സ്വഹാബാക്കളോട് അത്രയും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തെ അള്ളാഹു സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെക്കാളും വലിയ വിഡ്ഢികൾ ലോകത്ത് ആരും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസത്തിനാണെന്ത്? അതീവ പ്രാധാന്യം.
ആ വിശ്വാസം മലീമസമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും ആ പ്രവർത്തനത്തിന്റെ പിന്നിൽ കൃത്യമായ പദ്ധതികൾ ഉണ്ടാകും. അപ്പൊ ആ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഷിയാക്കളുടെ ഒളി അജണ്ടകളിൽ അവരെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എത്തിപ്പെടാൻ പാടില്ല. ചില രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെ മീഡിയകൾ ഷിയാക്കളെ കുറിച്ച് ഛർദ്ദിക്കുമ്പോൾ അത് അതേപടി നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ കേട്ട് വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാട് എന്ത് ചെയ്യണം? അവന് ദീനീപരമായ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇനി കിതാബ് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി കഴിഞ്ഞു, ഹംദും കഴിഞ്ഞു, സ്വലാത്തും കഴിഞ്ഞു. രണ്ടാമത്തെ മസ്അല കിതാബു തൗഹീദ്. ഹെഡിങ് കൊടുത്തത് കിതാബു തൗഹീദ് എന്നാണ്. അതായത് പുസ്തകത്തിന്റെ പേരെന്താണോ അതേ ഹെഡിങ് ആണ് ഒന്നാമത്തെ ബാബിൽ കൊടുത്തിട്ടുള്ളത്, കിതാബു അത്തൗഹീദ്. അപ്പൊ ഒന്നാമത്തെ ബാബില് 5 ആയത്തുകളും 2 ഹദീസുകളുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 5 ആയത്തുകളും 2 ഹദീസുകളും. അപ്പൊ എന്താ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കിതാബ് എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ട് അർത്ഥം ജമഅ എന്നാണ്, ശേഖരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ശേഖരിക്കുക എന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിതാബിൽ എന്തുണ്ട്? ഒരുപാട് അക്ഷരങ്ങളില്ലേ? ഒരുപാട് അക്ഷരങ്ങളുണ്ട്, ഒരുപാട് വാക്കുകളാണ്. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതൊക്കെ ശേഖരിക്കപ്പെട്ട ഒന്നിനെയാണ് കിതാബ് എന്ന് അറബിയിൽ പറയാം. അപ്പോൾ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ കൂടിച്ചേർന്ന് ഒരാശയങ്ങൾ രൂപീകരിക്കപ്പെട്ട് ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായി രചിക്കപ്പെട്ട എന്തിനും നമ്മൾ എന്ത് പറയും? കിതാബ് എന്നാണ് പറയാറുള്ളത്. ഇനി കിതാബ് എന്തിന്റെ കിതാബ് എന്ന് പറഞ്ഞത്? കിതാബു അത്തൗഹീദ്, തൗഹീദിന്റെ കിതാബാണ്. അപ്പൊ തൗഹീദ് എന്നത് ഖുർആനിൽ വന്നിട്ടുണ്ടോ? തൗഹീദ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടോ? ഇല്ല. തൗഹീദ് എന്ന പദം എന്ത് ചെയ്തിട്ടില്ല? വിശുദ്ധ ഖുർആനിൽ എവിടെയും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്തല്ല? തൗഹീദ് സ്വീകരിക്കാൻ പാടില്ല എന്നല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാ ഷിർക്ക് ഒരുപാട് വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താ? ഷിർക്ക് ചെയ്യണം എന്നാണോ? അല്ലല്ലോ. ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. അതായത് തൗഹീദ് എന്നെന്ത് ചെയ്തിട്ടില്ല, ഖുർആനിൽ എവിടെയും വന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല? തൗഹീദ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അല്പത്തരാണ്. വിജ്ഞാനില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ പറയുന്നത്. എന്നാൽ ചില ആയത്തുകളുടെ തഫ്സീറുകൾ, വിശദീകരണങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. ആ ഇബാദത്താകണമെങ്കിൽ തൗഹീദ് വേണം. അപ്പൊ ഇബാദത്ത് എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? തൗഹീദ് എന്നാണ്. അതിന്റെ എല്ലാം അർത്ഥം തൗഹീദ് എന്നാണ്. അതുകൊണ്ട് ഒരുപാട് തവണ തൗഹീദ് എന്ന ആശയം എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കാൻ. ആ യമനിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ മിൻ അഹ്ലി കിതാബ്, നീ അഹ്ലി കിതാബിന്റെ സമൂഹത്തിലേക്കാണ് പോകുന്നത്. ഫൽയകുൻ, അതുകൊണ്ട് അവ്വല മാ തദ്ഉഹും, നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദു അല്ലാഹ തആല, അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ക്ഷണിക്കേണ്ടത്. യുവഹിദു എന്നത് തൗഹീദ് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. തൗഹീദ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് യുവഹിദു എന്ന പദം. യുവഹിദു, അവർ ഏകനാക്കണം. ആരെ? അള്ളാഹുവിനെ. ഇതേ വിഷയത്തിൽ വേറെ ഹദീസ് വന്നത്. ആ ഹദീസിൽ പറയുന്നത് ഫദ്ഉഹും, റസൂൽ പറയാണ് നിങ്ങൾ അവരെ ക്ഷണിക്കണം ഇലാ അൻ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഷഹാദത്താണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അർക്കാനിൽ പെട്ടതാണെന്ത്? ഷഹാദത്ത് എന്നത്. ഇസ്ലാം കാര്യങ്ങൾ എത്ര ഉണ്ട്? ഇസ്ലാം കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇസ്ലാമിന്റെ റുക്കനാണ് 5 എണ്ണം. ഇസ്ലാം കാര്യങ്ങൾ എന്തുണ്ട്? ഒരുപാടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണെന്ത്? 5 എണ്ണം. അതായത് നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ബാഹ്യം, സ്വതക്ക കൊടുക്കുക, അതൊക്കെ ഇസ്ലാമാണ്. സ്വതക്ക കൊടുക്കുക, അതേപോലെ തന്നെ നന്മകൾ ചെയ്യുക, ഒക്കെ ഇസ്ലാമാണ്. എന്നാൽ റുക്കനുകൾ എത്ര ഉള്ളൂ? 5 അർക്കാനുകൾ ഉള്ളൂ എന്നാണ്. അതിൽ ഒന്നാമത്തെ അർക്കാനാണ് ഷഹാദത്ത്. ആ ഷഹാദത്ത് ഇല്ലെങ്കിൽ ഓണി എന്ത് ചെയ്തിട്ടെന്നില്ല കാര്യമില്ല. ഓണി എത്ര നന്മ ചെയ്താലും അതൊന്നും യാതൊരു ഉപകാരവും അവനുണ്ടാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഹദീസിലും എന്ത് ചെയ്തിട്ടുണ്ട്? തൗഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന 1218 ഹദീസ്, അഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ തഹ്ലീലിന്റെ വാചകങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് പറയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുന്നുണ്ട് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് തൗഹീദ് എന്ന ലഫ്ലിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇനി തൗഹീദിന്റെ വിഭജനം, തൗഹീദ് എത്ര രൂപത്തിലുണ്ട്, ഏതൊക്കെയാണത് എന്നുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് 2 രൂപത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നത് തൗഹീദ് 3 ഇനാണെന്നാണ്, മറ്റൊരു വിഭാഗം പറയുന്നത് തൗഹീദ് 2 ഇനാണെന്നാണ്. 2 ആളുകളും പറഞ്ഞത് 3, 2 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ എന്തുണ്ടാകും, ആ എണ്ണത്തിൽ കുറവ് സംഭവിച്ചല്ലോ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷെ എന്തില്ല, ആശയത്തിൽ രണ്ടും ഒരുപോലെയാണ്, ആശയത്തിൽ രണ്ടും ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് തൗഹീദ് 3 ഇനാണ്. തൗഹീദ് എത്ര ഇനം? 3 ഇനം. ഒന്നാമത്തേത് തൗഹീദു അർ-റുബൂബിയ്യ, രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പൊ ഈ 3 നമ്മൾ 3 എന്ന നിലക്കാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 3 ഇനം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് തൗഹീദ് എന്നൊരാൾ ചോദിക്കാൻ എന്താ നമ്മൾ ഉത്തരം പറയാം? തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിഹഖ്ഖിഹി. അത് നിങ്ങൾ എഴുതി വെച്ചോ, ഇഫ്റാദുല്ലാഹി ബിഹഖ്ഖിഹി. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്റാദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കലാണ്. ഏത് വിഷയത്തിൽ? ബിഹഖ്ഖിഹി, അള്ളാഹുവിന് നൽകേണ്ട ചില ബാധ്യതകളുണ്ട്, ആ വിഷയത്തിൽ എന്ത് ചെയ്യാം, അള്ളാഹുവിനെ ഏകനാക്കുക. അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബിഹഖ്ഖിഹി, അവന്റെ ഹക്കിൽ എന്ത് ചെയ്യാം, അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പൊ അള്ളാഹുവിന് നൽകേണ്ട ഹക്കുകൾ ഏതൊക്കെയാണ്? 3 റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ വസിഫാത്ത്. റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസിഫാത്തുമാണ് അള്ളാഹുവിന് നൽകേണ്ട ഹക്കുകൾ. ആ ഹക്കിൽ അള്ളാഹു എന്ത് ചെയ്യണം, നമ്മൾ ഏകനാക്കണം. അതാണ് തൗഹീദിന്റെ അർത്ഥം. ഇനി ഈ 3 തൗഹീദും ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെളിവായി എടുത്തത് എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, നിങ്ങൾ തൗഹീദിനെ എന്താക്കിയിട്ടുണ്ട്, തൗഹീദിനെ നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്, തൗഹീദിനെ 3 ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരേറ്റവും വലിയ ബേജാറ്. അതെന്തിനാണ് ആ ബേജാർ? എന്തിനാ? അല്ലാത്തവരവർക്ക് എന്ത് ചെയ്യണം, ആരാധിക്കണം. അതിനു വേണ്ടിയുള്ള പണിയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞു വെക്കുന്നത്. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്താണ് അതിനുള്ള തെളിവ്. റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ റബ്ബാണ്. വമാ ബൈനഹുമാ, അവ രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെയും റബ്ബ്. അപ്പൊ എന്തിനുള്ള തെളിവ് കിട്ടി? തൗഹീദു അർ-റുബൂബിയ്യ, തൗഹീദുർ റുബൂബിയ്യക്കുള്ള തെളിവ് കിട്ടി. ഫഅബ്ദുഹു, നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാഹുവിനെ ആരാധിക്കണം. അവിടെ എന്തിനുള്ള തെളിവ് കിട്ടി? ഉലൂഹിയത്തിനുള്ള തെളിവ് കിട്ടി. വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമ കൈകൊള്ളണം. ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുവിന് സമന്മാരെ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുമോ? അല്ലാഹുവിന് തുല്യനായ ആളുകൾ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുമോ? ഹൽ തഅലമു ലഹു സമീയ എന്ന വാചകമാണ് അൽ അസ്മാഉ വസിഫാത്തിനുള്ള തെളിവ്. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. നമുക്കൊരാളോട് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ദലീലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നേരിടുന്ന, അതല്ലെങ്കിൽ നമുക്ക് കാലങ്ങളായി നമ്മൾ തൗഹീദ് സ്വീകരിച്ചു, എന്നാൽ എന്താണ് തൗഹീദ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കാന്ന അവസ്ഥ ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബാധ്യതയിൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാം, ഏകനാക്കുക. തൗഹീദ് 3 ഇനുണ്ട്. അള്ളാഹുവിനുള്ള ഹക്കുകൾ 3 റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ വസിഫാത്ത്. ഇനി എന്താ ഈ 3 തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത്. ആ ആയത്തും എന്ത് ചെയ്യണം, നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ആ ആയത്തും കാണാതെ പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പൊ ഈ 3 വിഭജനാണ്. എന്നാൽ ഈ 3 ചില ആളുകൾ എന്ത് ചെയ്തു, ചുരുക്കിയിട്ട് 2 ആക്കി. ഈ 3 ചില ആളുകൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്തു, 2 ആക്കി മാറ്റി. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് തൗഹീദുൻ ഫിൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. ഈ 3 2 സ്വഭാവം ഒരേപോലെയാണ്. 2 സ്വഭാവം ഒരേപോലെയാണ്. ഏതൊക്കെ? റുബൂബിയത്തും അസ്മാഉ വസിഫാത്തും. കാരണം രണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. റുബൂബിയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാം, നമ്മൾ വിശ്വസിക്കുക. മറ്റത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ വിശ്വസിക്കുക. അപ്പൊ രണ്ടും എന്താണ്? മനസ്സിലാക്കലും വിശ്വസിക്കലുമാണ്. മനസ്സിലാക്കലും വിശ്വസിക്കലും. തൗഹീദുൻ ഫിൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. രണ്ടും മനസ്സിലാക്കലും സ്ഥിരപ്പെടുത്തലും ആയതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്തു, രണ്ടിനെയും ഒരേ ഗണത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞു. എന്നാൽ ഉലൂഹിയത്ത് എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ സ്ഥിരപ്പെടുത്തുകയും മാത്രം ചെയ്താൽ മതിയോ? അല്ല, ഉലൂഹിയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്,
അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഉലൂഹിയത്ത് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തൗഹീദുൻ ഫി ത്വലബി വൽ ഖസ്ദ് എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്, അറിയപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആരോടാ തേടേണ്ടത്? അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അപ്പൊ 2 എന്ന വിഭജനം പറഞ്ഞ ആളുകളും 3 എന്ന വിഭജനം പറഞ്ഞ ആളുകളും രണ്ടാളുകളും ഒരേ റൂട്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തൗഹീദ് 3 ഇനാണ് ഉള്ളത്. അതിന്റെ വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ആയത്തിന്റെ ഫലത്തിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ 3 അടിസ്ഥാനത്തിൽ ഒറ്റ അടിസ്ഥാനത്തെയാണ് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ആ അടിസ്ഥാനത്തെയാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. അതേതാണ്? തൗഹീദു അൽ ഉലൂഹിയ്യ. നമ്മൾ ആരാധിക്കേണ്ടത് ആരെ മാത്രമാണ്? അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഉലൂഹിയത്തിന്റെ മറ്റൊരു പേരാണ് തൗഹീദുൽ ഇബാദ. നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ആരെ മാത്രം? അള്ളാഹുവിനെ മാത്രം. അപ്പൊ ഇവിടെ തൗഹീദുൽ ഇബാദയും തൗഹീദുൽ ഉലൂഹിയത്തുമാണ് കിതാബ് തൗഹീദിന്റെ വിഷയം. ഏതല്ല? റുബൂബിയത്തുമല്ല, അൽ അസ്മാഉ വസിഫാത്തുമല്ല ചർച്ചാ വിഷയം. കാരണം അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ശിർക്കും ഖുറാഫാത്തും എന്ത് ചെയ്തിരുന്നു, നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഗ്രന്ഥം എഴുതിയത്. അതല്ലാതെ ഗ്രന്ഥം രചിക്കണം എന്നതിന് വേണ്ടി രചിച്ചതല്ല, മറിച്ച് ആ നാട്ടിൽ എന്തുണ്ട്, ചില പ്രശ്നങ്ങൾ കണ്ടു, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പുസ്തകം എഴുതി. നാട്ടിൽ വേറെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അതിനെതിരെയും എന്ത് ചെയ്തി, പുസ്തകങ്ങൾ എഴുതി. അപ്പൊ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഖിസ്മാണ് തൗഹീദുർ റുബൂബിയ്യ. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, കുറച്ച് പറഞ്ഞു പോകാം. തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി, രണ്ടാമത്തേത് എന്താണ് തൗഹീദു അർ-റുബൂബിയ്യ. ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ. 3 കാര്യങ്ങളിൽ അല്ലാഹു ഏകനാണ് എന്ന് എന്ത് ചെയ്യാം, വിശ്വസിക്കലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലിഹി. അല്ലാഹുവിന്റെ പ്രവർത്തനത്തിൽ അല്ലാഹു എന്താണ്, ഏകനാണ്. ഈ അല്ലാഹുവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിപ്പിക്കുന്നവൻ ആരാ? അല്ലാഹുവാണ്. ജീവിപ്പിക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഉപകാരം ചെയ്യുന്നവൻ ആരാ? അല്ലാഹുവാണ്. ഉപദ്രവം തടയുന്നതാരാ? അല്ലാഹുവാണ്. എന്നിങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു എന്താണ്, ഏകനാണ് എന്ന് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റോ? ഇല്ല, ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റോ? അതുമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നിനക്കെതിരെ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിലോ ഒരിക്കലും നടക്കൂല എന്നാണ്. എല്ലാ ആളുകളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണം, എല്ലാ ആളുകളും കൂടിയിട്ട് നമ്മുടെ ഒരു പ്രയാസം നീക്കിത്തരണം എന്ന് പറഞ്ഞ് നാട്ടിലുള്ള കമ്മിറ്റിക്കാരും ഒക്കെ കൂടി ആലോചിച്ചു, അതിനുവേണ്ടി തയ്യാറെടുത്തു, പണം ശേഖരിച്ചു, ഒക്കെ റെഡിയാക്കി. അള്ളാഹു വിധിച്ചിട്ടില്ലേ, അതെന്ത് ചെയ്യൂല, ലഭിക്കുകയില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ആ ഹദീസ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സമാധാനം ഉണ്ടാവും. കാരണം ഒരാളെയും എന്ത് ചെയ്യേണ്ടതില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരാളിലും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല. ആരിലല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലല്ലാതെ. അതുകൊണ്ട് എത്ര പ്രതീക്ഷകൾ അറ്റുപോയാലും ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ഓന്റെ പ്രതീക്ഷകൾ എന്ത് ചെയ്യൂല, മരണത്തോടെ അല്ലാതെ അത് നിലക്കുകയില്ല എന്നാണ്. അത്രയും നിർഭയത്വമാണെന്ത്, ഒരു തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണെന്ത്, നിർഭയത്വം. ശരിക്കും അവിടെ വരേണ്ടത് ഉലൈകൽ അംനു ലഹും എന്നാണ്. ആയത്തിന്റെ ഭാഷാഘടന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉലൈക അവർക്കുണ്ട്, അൽ അംനു നിർഭയത്വം, ലഹും എന്ന് ശേഷം വരേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്തു, അള്ളാഹു മുന്നിൽ കൊണ്ടുവന്നു. അങ്ങനെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണെന്നുള്ള അർത്ഥം കിട്ടും. ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് മാത്രമാണെന്ത്, നിർഭയത്വം എന്നാണ്. അതുകൊണ്ട് തൗഹീദുർ റുബൂബിയത്ത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുക അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ വളരെ പെർഫെക്റ്റായി വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടെ തേടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ തേടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തക്കാർക്ക് പറ്റിയ പിഴവ് ഉലൂഹിയത്തിലാണല്ലോ. ഇബാദത്തിൽ എന്ത് ചെയ്തു, അല്ലാത്തവരെ അവർ സമന്മാരെ വെച്ചു. ഉലൂഹിയത്തിൽ പിഴവ് സംഭവിച്ച ആളുകൾക്കൊക്കെ എവിടെയും പിഴവുണ്ട്, റുബൂബിയത്തിലും പിഴവുണ്ടാകും. ഉലൂഹിയത്തിൽ പിഴവ് സംഭവിച്ച ആളുകൾക്കൊക്കെ റുബൂബിയത്തിലുള്ള വിശ്വാസം കുറവായിരിക്കുന്ന,
കാരണം ഒരാൾ വിശ്വസിക്കണം, ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നീക്കിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലാത്ത ഒരാളോട് തേടുവോ? ഇല്ല. മറിച്ച് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ഇടപെടാൻ പറ്റും, ജീവിതത്തിൽ ഉപകാരം ചെയ്യാൻ പറ്റും, ജീവിതത്തിലുള്ള ഉപദ്രവം തടയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പ്രവർത്തനത്തിൽ എന്ത് ചെയ്തു? അല്ലാത്ത ആളുകളെ കുറിച്ചുള്ള വിശ്വാസം എന്ത് ചെയ്തിട്ടുണ്ട്? പിഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉലൂഹിയത്തിൽ പിഴവ് പറ്റിയാലും എവിടെയും പിഴവ് സംഭവിക്കുന്നുണ്ട്, റുബൂബിയത്തിലും പിഴവ് സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ റുബൂബിയത്തിന്റെ വിഷയത്തിൽ പിഴവ് സംഭവിച്ച ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതായത് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ച വിഷയമാണ് എന്ത്? അള്ളാഹു മാത്രാണ് സൃഷ്ടിക്കുന്നതും അതേപോലെ തന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു മാത്രാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ഇഫ്രാദുല്ലാഹി തആല ബി അഫ്ആലിഹി, അള്ളാഹുവിന്റെ ഫിഅലുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ആ ഫിഅലുകളിൽ 3 എണ്ണമാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഖൽഖാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, സൃഷ്ടിപ്പിൽ അള്ളാഹു ഏകനാണ്. രണ്ടാമത്തത് എല്ലാം മുൽക്കാരത, എല്ലാം ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് എല്ലാം ഉടമപ്പെടുത്തുന്നത്. 3 തദ്ബീറാണ്, നിയന്ത്രിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. സൂറത്തുൽ അഅറാഫിൽ 54-ാമത്തെ ആയത്ത്, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹുവിനാണ് ഖൽഖും ഉള്ളത്, കൽപ്പനകളുടെ എല്ലാം ഉള്ളതും അള്ളാഹുവിനാണ്. കൽപ്പനയുടെ ഉത്തരവാദിത്തവും സൃഷ്ടിപ്പും ഒക്കെ അള്ളാഹുവാണ്. സൂറത്തുൽ ഫാത്തിറിലെ 3-ാമത്തെ ആയത്ത്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാത്ത ഒരു സൃഷ്ടാവുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന അല്ലാത്തൊരു സൃഷ്ടിയുണ്ടോ? അപ്പൊ റിസ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? യാതൊരു പേടിയില്ല. ഓനക്ക് ഒരു ഭയവും പേടിയും ഓനെ തൊട്ട് തീണ്ടുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? റസൂല് പറയുന്നത്, വയറൊട്ടിയ ഒരു പക്ഷി എന്ത് ചെയ്യുന്നു? രാവിലെ റിസ്ക് തേടി പോകുന്നു, വൈകുന്നേരമാകുമ്പോ എന്ത് ചെയ്യുന്നു? ആ റിസ്കുമായിട്ട് പൂർണ്ണമായ വയറോടുകൂടിയാണ് എന്ത് ചെയ്യാ? വൈകുന്നേരം തിരിച്ചു വരാന്നാണ്. തറൂഹു ബിതാനൻ, തറൂഹു ബിതാനൻ തഗ്ദു ഹിമാസൻ, രാവിലെ പോവാ വയറൊട്ടിയ നിലയ്ക്കാണ്. തറൂഹു ബിതാനൻ, രാത്രി തിരിച്ചു വരുന്നതാ വയറൊക്കെ ഉയർച്ച നിലയിൽ എന്ത് ചെയ്യും? എല്ലാം ശേഖരിച്ചുകൊണ്ടാണ് തിരിച്ചു വരാന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ പക്ഷിക്ക് പോലും എന്തില്ല, ഒരു പേടിയില്ല റിസ്കിന്റെ വിഷയത്തിൽ. എന്നാൽ നമുക്ക് റിസ്കിന്റെ വിഷയത്തിൽ പേടിയാണ്. ഒരു ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിൽ എന്തുണ്ട്? ചെറിയ ഒരു ഇളക്കുണ്ട് എന്നുള്ളതാണ്. തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ, അതാ പറഞ്ഞത് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, ഇന്ന ഫിദ്ദുനിയ ജന്ന, ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഓൻ എന്ത് ചെയ്യും? ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതേതാ സ്വർഗം? അത് തൗഹീദാണ്, അത് തൗഹീദാണ്. അപ്പൊ എന്തിനും നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എന്ത് സംഭവിച്ചാലും റബ്ബുണ്ട്, റബ്ബാണ് റാസിഖ്, റാസിഖാണ് അള്ളാഹു. റിസ്ക് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവന് എഴുതപ്പെട്ട റിസ്ക് തിന്നാതെ ദുനിയാവിൽ നിന്നും തിരിച്ചു പോകൂല എന്നാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ റിസ്കിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തില്ല? ഒരു അർത്ഥമില്ല. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ അവരുടെ ജോലിയിൽ അവലംബിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കും പേടിയാ, എന്തായിരിക്കും മോന്റെ ജോലി പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിരിക്കും. അതുകൊണ്ട് റിസ്കിന്റെ വിഷയത്തിൽ ഒരു പേടിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് കരീം, അള്ളാഹു എന്ത് ചെയ്യും? ഒക്കെ ഒരുക്കി തരും എന്ന പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ട് റുബൂബിയത്തിലുള്ള വിശ്വാസം അടിയുറച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? അതിന്റെ ഒരു കരുത്ത് നമുക്കുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റുബൂബിയത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒന്നാമത്തതാണ് സൃഷ്ടിപ്പിന്റെ വിഷയം. അള്ളാഹുവാണ് സൃഷ്ടാവ്, അതിലാർക്കും തർക്കില്ല. നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂല. എന്നാൽ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം, മൊബൈൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ആളുകളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? ഇല്ലായ്മയിൽ നിന്നാണ് എന്ത് ചെയ്യാം? അള്ളാഹു സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യാൻ പറ്റൂല? സൃഷ്ടിക്കാൻ പറ്റൂല. നമ്മൾ സൃഷ്ടിക്കുന്ന എന്താ? ഒക്കെ മുമ്പിലുണ്ട്. മുമ്പിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ചില ക്രമീകരണങ്ങൾ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എന്ത് ചെയ്യാം? അള്ളാഹു സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിപ്പുണ്ട്. പക്ഷെ എങ്ങനത്തെ സൃഷ്ടിപ്പല്ല അത്. അതിൽ പോരായ്മയുണ്ട്, അതിൽ ദുർബലതയുണ്ട്. ആ രൂപത്തിലാണ് എന്ത് ചെയ്യാ? നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്,
അള്ളാഹുവാണ് എല്ലാം ഉടമപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിലുള്ളതെല്ലാം വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ളതും എല്ലാത്തിന്റെയും ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 88-ാമത്തെ ആയത്ത്, ഖുൽ നബിയെ താങ്കൾ പറയുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് അവരോട് ചോദിക്കുക നബിയെ എന്ന് പറയുന്നുണ്ട്. എന്നാ വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാത്ത ആളുകൾക്കും അള്ളാഹു ഈ ഉടമസ്ഥാവകാശം ചില വിഷയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔമാ മലക്തും മഫാതിഹഹു ഇല്ലാ അലാ അസ്വാജിഹിം ഔമാ മലകത് അയ്മാനുഹും. അപ്പൊ ഉടമപ്പെടുത്തുക എന്ന വിശേഷണം ചില സൃഷ്ടികൾക്കും അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം ഉടമപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തുന്നു, നമുക്ക് അത് തോന്നിയ രൂപത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു കാർ ഉടമപ്പെടുത്തുന്നുണ്ട്, അത് നമ്മുടെ മിൽക്കിയത്തല്ലേ. ഒരാൾ പറയാണ് ഞാനും മാലിക്കാണ്, എനിക്കെന്തുണ്ട്, കാറുണ്ട് എന്ന് പറയാം. ഓനക്ക് ആ കാർ എന്ത് ചെയ്യാൻ പറ്റൂല, ഓന് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഓനക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റൂല. ഓൻ പോകുന്ന റോഡിൽ എന്തുണ്ട്, കൃത്യമായ നിയമങ്ങളുണ്ട്, അത് പാലിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓനക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാന്റെ മിൽക്കിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹ് എന്ത് ചെയ്യും, അള്ളാഹു ഉദ്ദേശിക്കുന്ന കോലത്തിൽ അള്ളാഹ്ക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ മിൽക്കിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയതാണ്, അതിന് പരിമിതികളുണ്ട്. അതാണ് മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു വലിയ രാജാവ് പറയുന്നുണ്ട്, എല്ലാം ഉടമപ്പെടുത്തുന്ന റബ്ബേ, എന്റെ മിൽക്കിയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇർഹം, നീ എനിക്ക് കാരുണ്യം നൽകണം. അദ്ദേഹം പറയാണ്, ഒരു രാജാവ് പറയാണ്, ഇർഹം മൻ ലാ യസൂലു മുൽക്കുഹു, ഒരിക്കലും ഉടമസ്ഥാവകാശം നീങ്ങിപ്പോകാത്ത റബ്ബേ, നീ എന്ത് ചെയ്യണം, എനിക്ക് കാരുണ്യം നൽകണം. ഞാൻ എങ്ങനെയുള്ളവനാണ്, എന്റെ മിൽക്കിയത്ത് നീങ്ങിപ്പോകും. അങ്ങനെയുള്ള ഒരു സൃഷ്ടിക്ക് നീ എന്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തേത്, നമുക്ക് പൂർണ്ണ അടിസ്ഥാനത്തിൽ എന്തില്ല, നമുക്ക് ഉടമപ്പെടുത്താൻ സാധിക്കൂല. രണ്ടാമത്തേത്, അള്ളാഹു പറഞ്ഞ രൂപത്തിലെ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉടമപ്പെടുത്താൻ സാധിക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഒരിക്കലും ഒരു വസ്തുവിനെയും ഉടമപ്പെടുത്താൻ സാധിക്കൂല. അത് മാത്രമല്ല, മരണത്തോടു കൂടി എന്ത് ചെയ്തു, കഴിഞ്ഞു. നമ്മുടെ ഉടമസ്ഥാവകാശം മരണത്തോടു കൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഇതൊക്കെ എന്റേതാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ആ തോന്നൽ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു മാറ്റണം. ഒന്നും നമ്മുടേതല്ല, എല്ലാം റബ്ബിൻ്റെതാണ് എന്ന വിശ്വാസത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എത്തണം. നമ്മൾ താമസിക്കുന്ന വീട് പോലും അത് എനിക്ക് റബ്ബ് തന്നതാണ്, അതിന്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന തലത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയാണ് എന്ത് ചെയ്യുക, പൂർണ്ണമായ തൗഹീദിലേക്ക് എത്തിക്കുകയും വളരെ വലിയ സമാധാനം ജീവിതത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എന്തൊക്കെ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു അഹങ്കാരത്തിന്റെ സ്വരമല്ല വേണ്ടത്, വിനയത്തിന്റെ സ്വഭാവമാണ് വേണ്ടത്. എപ്പോഴും നിലച്ചു പോകാം, എപ്പോഴും മരണം വന്നേക്കാം. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ഉടമപ്പെടുത്തുന്നതെല്ലാം നിന്റെ ഹലാലായ മാർഗത്തിൽ ഉടമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണം എന്നൊരു പ്രാർത്ഥനയാണ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയമായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കൃത്യസമയത്ത് എത്തുന്നതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും എന്ത് ചെയ്യണം, ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഉള്ള ആളുകളും, സ്ത്രീകൾ ഒരു സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മദ്രസ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണം. തൗഹീദിന്റെ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം അതീവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവവും പ്രാധാന്യവും നിറഞ്ഞതാണ്. ഇതിപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പുതിയ വിഷയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. കുറെ പുതിയ വിഷയങ്ങളും കുറെ തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇതിന്റെ പ്രാധാന്യം മറ്റുള്ള ആളുകൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത് ഒരാളെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആ ഒരാൾ വന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. ചിലപ്പോൾ നമ്മൾ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും, എല്ലാ ദിവസവും പങ്കെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രതിഫലവും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളും പങ്കെടുക്കുന്ന ഒരു രൂപവും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു രൂപം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഒരു തൗഹീദിന്റെ പഠനം ഇത് അവസാനിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന വീഴ്ചകളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. തൗഹീദിലൂടെ സമാധാനം കണ്ടെത്തുന്ന, ജീവിതത്തെ ക്രമീകരിക്കുന്ന, യഥാർത്ഥ പൂർണ്ണമായ തൗഹീദ് ഉൾക്കൊള്ളുന്ന മുവഹിദാക്കി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും മരിപ്പിക്കുമാറാകട്ടെ.